ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി ടോട്ടൽ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ്. സർ റെക്കോർഡ് ചെയ്യുന്നുണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. Find the total differential coefficient. 23rd question. നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലെ 23rd question ആണ്. Find the total differential coefficient of x square y with respect to x. Given x square plus y square plus xy equal to 1. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, ഈ ചോദ്യം ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് സ്ക്വയർ വൈ ആണ്. അപ്പൊ നമ്മൾ ഗിവൺ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ, കണ്ടുപിടിക്കേണ്ടത് ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. സോ ഡോ എഫ് ബൈ ഡോ എക്സ് കാണാനുള്ള ഇക്വേഷൻ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് നമുക്ക് ഇവിടെ പറയാൻ സാധിക്കില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ ഈക്വൽ ടു 1. അപ്പൊ യഥാർത്ഥത്തിൽ എക്സ് സ്ക്വയർ വൈ ആണെങ്കിലും എക്സ് സ്ക്വയർ വൈ ആണ് ഫംഗ്ഷൻ എന്നുണ്ടെങ്കിലും എക്സും വൈയും തമ്മിൽ ഇവിടെ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ എന്ന് പറയുന്നത് എന്താ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ ഈക്വൽ ടു 1 ആണ്. അപ്പോ ബേസിക്കലി ഒറ്റ വേരിയബിളേ ഉള്ളൂ. ഇവിടെ എക്സും വൈയും ഒരു വേരിയബിൾ ആണെങ്കിലും എക്സും വൈയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. നമ്മൾ ലാസ്റ്റ് ടൈപ്പ് നമ്മൾ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷനിൽ പറഞ്ഞ പോലെ നമ്മൾ ചെയിൻ റൂൾ ഇങ്ങനെ ഈ ഒരു ഫോമിൽ ചെയിൻ റൂൾ നമ്മൾ അപ്ലൈ ചെയ്യാറില്ല. ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഇങ്ങനെ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് വൈ ആൻഡ് വൈ ഈക്വൽ ടു സം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ, ഡോ എഫ് ബൈ ഡി എഫ് ബൈ ഡി എക്സ് കാണാൻ ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്, ഇതെല്ലാം നമ്മൾ ചെയ്യാം. അപ്പൊ അതേപോലെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് y ഈക്വൽ ടു എക്സ് സ്ക്വയറിന് തരുന്നതിന് പകരം എക്സും വൈയും കണക്ട് ചെയ്തിട്ടൊരു ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊരു ഇംപ്ലിസിറ്റ് ഫോം ആണ്. ഇംപ്ലിസിറ്റ് ഫോം, എക്സ്പ്ലിസിറ്റ് ഫോം അല്ല. അപ്പൊ നമ്മൾ ഈ ഇംപ്ലിസിറ്റ് ഫോമിനെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ശരിക്കും ഡോ എഫ് ബൈ ഡോ എക്സ് അല്ല നമ്മൾ കാണുന്നത്, ഡി എഫ് ബൈ ഡി എക്സ് ആണ്. ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയണമെങ്കിൽ എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആവണം. ഓക്കെ, പക്ഷെ ഇവിടെ എക്സും വൈയും ഇൻഡിപെൻഡന്റ് അല്ല. കാരണം എക്സും വൈയും തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടൊരു ഇംപ്ലിസിറ്റ് ഫോമില് ഒരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഡി എഫ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതണം, ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഒന്നുകൂടെ പറയാം, തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് സ്ക്വയർ വൈ ആണ്. എക്സ് സ്ക്വയർ വൈനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. എക്സ് സ്ക്വയർ വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം എക്സും വൈയും കണക്ട് ചെയ്തിട്ടൊരു റിലേഷൻ ഇവിടെ ഇംപ്ലിസിറ്റ് ഫോമിൽ തന്നിട്ടുണ്ട്. അങ്ങനെ തന്നിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും സെപ്പറേറ്റ് ആയിട്ട് കാണാമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എക്സ് സ്ക്വയർ വൈ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പോലും വൈയും എക്സും റിലേറ്റഡ് ആണ്. വൈയും എക്സും റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതൊരിക്കലും പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിട്ട് വരില്ല. ഡി എഫ് ബൈ ഡി എക്സ് ആയിട്ടേ വരുള്ളൂ, ഡോ എഫ് ബൈ ഡോ എക്സ് ആയിട്ട് വരില്ല. ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ആവും. പക്ഷെ ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഒറ്റ ഡെറിവേറ്റീവ് ഉള്ളൂ, വിത്ത് റെസ്പെക്ട് ടു എക്സ് മാത്രമേ ഡെറിവേറ്റീവ് ഉള്ളൂ. വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കാൻ നമുക്ക് പറ്റില്ല. വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആവണം. പക്ഷെ എക്സും വൈയും ഇൻഡിപെൻഡന്റ് അല്ല. കാരണം എക്സും വൈയും ഇവിടെ റിലേറ്റ് ചെയ്യുന്നുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ ഈക്വൽ ടു 1 പറഞ്ഞ റിലേഷൻ എക്സും വൈയും തമ്മിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഡോ എഫ് ബൈ ഡോ എക്സ് എന്താ വരിക, ഡോ എഫ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 2xy. ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു
എക്സ് സ്ക്വയർ. ഡി വൈ ബൈ ഡി എക്സ് ഉണ്ടാവില്ല. ഡി വൈ ബൈ ഡി എക്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡി വൈ ബൈ ഡി എക്സ് ആണ് ഇതിനെ ത്രൂ ഔട്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ ഈക്വൽ ടു 1 differentiate throughout by x. Differentiate throughout by x. So നമുക്ക് എന്ത് കിട്ടും? 2x plus 2y into dy by dx plus ഇവിടെ product rule apply ചെയ്യണം. x into dy by dx plus y equal to 1. അതായത് xy, x ഉം y ഉം ഉണ്ട്. y is a function of x ആണ്. y is a function of x ആണ്. x ഉം ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. x into dy by dx plus y equal to 1. ഓക്കെ, അപ്പൊ ഇനി dy by dx ന്റെ ടേംസ് ഒക്കെ ഒന്നിച്ചാക്കാം, മറ്റുള്ളതൊക്കെ ഒന്നിച്ചാക്കാം. അപ്പൊ 2y into dy by dx plus x into dy by dx equal to 1 minus y minus 2x. ഈ 2x ഉം പ്ലസ് y ഉം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി. ഈ dy by dx കോമൺ ആയിട്ട് എടുക്കാം. dy by dx കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ dy by dx into 2y plus x equal to 1 minus y minus 2x. That implies dy by dx is equal to 1 minus y minus 2x divided by 2y plus x. So dy by dx കിട്ടി. So what is df by dx? df by dx എന്ന് പറഞ്ഞാൽ dou f by dou x 2xy plus x square into 1 minus y minus 2x divided by 2y plus x. So that is df by dx. df by dx. Okay, അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇനി വേണമെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊക്കെ സിംപ്ലിഫൈ ചെയ്യാം. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പോൾ എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡോ എഫ് ബൈ ഡോ എക്സ് എന്നുള്ളതിൽ അർത്ഥമുള്ളൂ. ഓക്കെ, എക്സും വൈയും ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ നമ്മൾ ചെയിൻ റൂൾ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ഫോം ആണെന്ന് മനസ്സിലാക്കണം. കാരണം എക്സും വൈയും ഇൻഡിപെൻഡന്റ് അല്ലാന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? എക്സും വൈയും തമ്മിലൊരു റിലേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എക്സും വൈയും ഇൻഡിപെൻഡന്റ് അല്ല. അപ്പോൾ നമ്മൾ വൈനെ എക്സിന്റെ ഫംഗ്ഷൻ ആയിട്ട് ഇവിടെ ചൂസ് ചെയ്യണം. വൈനെ എക്സിന്റെ ഫംഗ്ഷൻ ആയിട്ട് വേണം ഇവിടെ ചൂസ് ചെയ്യാൻ. വൈനെ എക്സിന്റെ ഫംഗ്ഷൻ ആയിട്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് വരും. അപ്പോഴാണ് നമുക്ക് ഡി എഫ് ബൈ ഡി എക്സ് കിട്ടുക. ഡോ എഫ് ബൈ ഡോ എക്സ് നമ്മൾ ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യാം. പിന്നെ വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ ഡോ എഫ് ബൈ ഡോ വൈ കിട്ടും. ഓക്കെ, അത് ജസ്റ്റ് ഒരു ചെയിൻ റൂളിന്റെ ഫോമിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡോ എഫ് ബൈ ഡോ വൈ കാണുന്നത്. അതിനുശേഷം ഈ ഒരു റിലേഷനിൽ നിന്ന് നമുക്ക് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ ടു എവരിവൺ? എനി ഡൗട്ട്? ഹലോ ഹലോ ഞാനിത് ഏതുവരെ നിങ്ങൾ കേട്ടു? ഈ പ്രോബ്ലം ഒന്നും കേട്ടില്ല. ഇടക്കിടക്ക് പോകുന്നുണ്ടല്ലോ സാറ്. ഹലോ ആദിലെ, സാറിന്റെ വീഡിയോ ഇടക്കിടക്ക് പോകുന്നുണ്ട്. ആ ഓക്കെ. അല്ല, ഞാൻ ഈ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റാർട്ടിംഗ്. ഹലോ ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം.
ആദ്യം സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ വൈ എന്നുള്ളതാണ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നമുക്ക് എക്സും വൈയും തമ്മിൽ ഒരു റിലേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ റിലേഷൻ തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ വൈനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ഒരിക്കലും പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ല നമ്മൾ കാണുന്നത്. കാരണം പാർഷ്യൽ ഡെറിവേറ്റീവ് ഇവിടെ ഇല്ല. കാരണം എക്സ് സ്ക്വയർ വൈ ആണ് ഫംഗ്ഷൻ എന്നുണ്ടെങ്കിലും ഫംഗ്ഷനിൽ എക്സും വൈയും ഉണ്ടെങ്കിൽ പോലും എക്സും വൈയും ഇൻഡിപെൻഡന്റ് അല്ല. കാരണം എന്താണ്, നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിലേഷൻ എക്സും വൈയും തമ്മിൽ ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ചെയ്യണമെങ്കിലുള്ള മെത്തേഡ് വൈനെ എക്സിന്റെ ഫംഗ്ഷൻ ആയിട്ട് എടുക്കണം. വൈനെ എക്സിന്റെ ഫംഗ്ഷൻ ആയിട്ട് എടുക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡി എഫ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഹലോ, എനി ഇഷ്യൂ? ഹലോ, ചിലപ്പോ നെറ്റ് കട്ടാവുണ്ട് സാർ, ആണോ? ഓഡിയോ കട്ടാവുണ്ട്. ഒരു മിനിറ്റ്. ഞാനേ വൈഫൈ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കട്ടെ, ഒരു സെക്കൻഡ്. ഹലോ, ഇപ്പൊ വോയിസ് കട്ട് ആവുന്നുണ്ടോ ഇപ്പൊ പറയുമ്പോ? ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും. ആ ഫംഗ്ഷനിൽ രണ്ട് വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും ഉണ്ട്. അപ്പൊ നമുക്ക് വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എക്സും വൈയും ഇൻഡിപെൻഡന്റ് അല്ല. കാരണം എന്താണ്, എക്സും വൈയും തമ്മിൽ കണക്ട് ചെയ്തിട്ടൊരു റിലേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷെ ഈ റിലേഷൻ തന്നിട്ടുള്ളത് ഇംപ്ലിസിറ്റ് ഫോമിലാണ്. ഓക്കെ, അപ്പൊ ഇംപ്ലിസിറ്റ് ഫോമിലാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യണ സമയത്ത് എക്സ് ഒരു വൈനെ എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2x കിട്ടും. വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2y ഇൻറ്റു വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. സോ ഡി വൈ ബൈ ഡി എക്സ് ചെയ്യണം. പ്ലസ് ഇവിടെ എക്സ് ഉണ്ട്, വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. സോ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0. ഓക്കെ, സോറി, ഇവിടെ 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ് വരിക, 0. അപ്പോൾ ഇവിടെ 1 ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ 0 കിട്ടും. അപ്പൊ നമ്മൾ എന്നിട്ട് ഈ ഡി വൈ ബൈ ഡി എക്സിന്റെ ടേം ഇവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാ ടേമും നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുപോകും. അപ്പൊ മൈനസ് വൈ മൈനസ് 2x എന്ന് വരും. സോ മൈനസ് വൈ മൈനസ് 2x ഡിവൈഡഡ് ബൈ ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 2y പ്ലസ് എക്സ് ആണ്. സോ മൈനസ് വൈ മൈനസ് 2x ഡിവൈഡഡ് ബൈ 2y പ്ലസ് എക്സ് എന്നുള്ളത് ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ചെയിൻ റൂളിന്റെ ഫോം യൂസ് ചെയ്യുമ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത്, അല്ല, ഡി എഫ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണ്. സോ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഇവിടെ 2xy ആണ്. ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് ഇവിടെ എക്സ് സ്ക്വയർ ആണ്. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് ഡി എഫ് ബൈ ഡി എക്സ് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോമിൽ വേണം നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ. എപ്പോഴും എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആയിട്ട് കിടക്കണമെന്നില്ല. അപ്പോ എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആയിട്ട് വരാത്ത സാഹചര്യത്തിലെല്ലാം നമ്മൾ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് കാണുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്
ഈ എക്സ് ഇംപ്ലിസിറ്റ് ഫോമിലാണെങ്കിൽ നമ്മൾ ആ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് dy/dx കാണണം. ചിലപ്പോൾ എക്സ്പ്ലിസിറ്റ് ആയിട്ടായിരിക്കും തരിക, ഇങ്ങനെ y = x² എന്നാവും തരിക. അപ്പോൾ അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കുറച്ചും കൂടെ ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് dy/dx കാണാം. മറിച്ച് ഈ ഫോമിൽ തരുമ്പോൾ നമ്മൾ dy/dx കാണുമ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ വേണം ചെയ്യാൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് 23 ക്വസ്റ്റ്യൻ. ഓക്കെ, ചെയിൻ റൂളുമായി യൂസ് ചെയ്തിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്. ചെയിൻ റൂളിന്റെ കുറെ അധികം പ്രോബ്ലംസ് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലുണ്ട്. അതെല്ലാം തന്നെ ചെയ്തു നോക്കുക. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ ടു എവരിവൺ ദിസ് ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യന്റെ ഒരു പ്രശ്നം മനസ്സിലായോ? അതായത് എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുമ്പോഴാണ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും ചെയ്യാം. ഒന്നുകൂടി പറഞ്ഞുതരുമോ? പറഞ്ഞു. അതായത് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ x² y ആണ്. സാധാരണ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ y കോൺസ്റ്റന്റ് ആക്കിയിട്ട് എടുത്തിട്ട് x² ഡെറിവേറ്റീവ് ആണ് എടുക്കുക, അല്ലെ? അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ ചെയ്യാം. പക്ഷെ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആക്കിയിട്ടിട്ട് x² ഡെറിവേറ്റീവ് ആണ് എടുക്കുക. അപ്പൊ ഇവിടെ പക്ഷെ അങ്ങനെ എടുക്കാൻ സാധിക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ എക്സും വൈയും തമ്മിൽ ബന്ധപ്പെടുത്തിയ ഒരു റിലേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എക്സും വൈയും തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ട് ഒരു റിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് dy/dx കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ ഒരു സ്റ്റെപ്പിൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള സ്റ്റെപ്പ്. ഓക്കെ, ഇത് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് നമ്മൾ dy/dx കാണണം. സർ ആദ്യം അതാണോ ചെയ്യേണ്ടത്? dy/dx ആണോ കണ്ടത്? അല്ല, ആദ്യം ഏത് കണ്ടാലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, df/dx = ∂f/∂x + ∂f/∂y × dy/dx ആണ്. അപ്പൊ ഇതിൽ ഓരോ ടേമും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതിപ്പോ ഏത് ഓർഡറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ആദ്യം dy/dx കാണാം, അല്ലെങ്കിൽ ആദ്യം ∂f/∂x ഉം ∂f/∂y കാണാം. അതൊന്നും ഒരു വിഷയമല്ല. ഇതിൽ ഓരോ ടേമും എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ∂f/∂x കാണുമ്പോൾ നമ്മൾ y കോൺസ്റ്റന്റ് ആക്കിയിട്ട് എടുത്തിട്ട് ചെയ്യും. ∂f/∂y കാണുമ്പോൾ നമ്മൾ x കോൺസ്റ്റന്റ് ആക്കിയിട്ട് എടുത്ത് ചെയ്യും. പക്ഷെ ഇവിടെ dy/dx കാണുമ്പോൾ ഈ റിലേഷനിൽ നമ്മൾ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അല്ലാണ്ട് ഇപ്പൊ ഈ ഒരു പാർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ∂f/∂x മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, പക്ഷെ ഈ ഒരു പാർട്ട് ഉള്ളത് കൊണ്ട് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരിക്കലും എന്തല്ല, ∂f/∂x അല്ല, അത് df/dx ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പൊ df/dx കാണുന്ന സമയത്ത് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇത് ചെയിൻ റൂൾ ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫോമാണ്. പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. സാധാരണ നമുക്ക് y ഈസ് എ ഫംഗ്ഷൻ ഓഫ് x ആയിട്ട് തരും. അപ്പൊ നമുക്ക് ഈ റൂൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഫോർമുല യൂസ് ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെ y = f(x) ഫോമിലല്ല തന്നിട്ടുള്ളത്, പകരം ഇംപ്ലിസിറ്റ് ഫോമിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇംപ്ലിസിറ്റ് ഫോമിൽ എക്സും വൈയും റിലേഷൻ തരുമ്പോൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ചെയ്യണം. x² ഡെറിവേറ്റീവ് എടുക്കണം, 2y × dy/dx ചെയ്യണം. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. 1ന്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട്. അതിൽ നിന്ന് നമ്മൾ dy/dx കാണണം. അതിനുശേഷം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ആ ഒരു വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കണം. എപ്പോഴാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് ചെയ്യുന്നത്, അല്ലാത്തത് എപ്പോഴാണ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ എക്സും വൈ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ ∂f/∂x മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, പക്ഷെ ഇവിടെ ഇംപ്ലിസിറ്റ് ഫോമിൽ എക്സും വൈയും തമ്മിൽ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം dy/dx കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയിൻ റൂള് അപ്ലൈ ചെയ്യണം. ഓക്കെ, ആദ്യം അത് കണ്ടുപിടിക്കാന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ അവസാനം കണ്ടുപിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഇക്വേഷൻ അതാണ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഐശ്വര്യ, ക്ലിയർ ആയോ? ആ സർ, ക്ലിയർ ആയി. ഓക്കെ, നമ്മൾ ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ് റിലേറ്റീവ് മാക്സിമ ആൻഡ് മിനിമ. റിലേറ്റീവ് മാക്സിമ ആൻഡ് മിനിമ. റിലേറ്റീവ് മാക്സിമ ആൻഡ് മിനിമ. അപ്പൊ നമുക്കൊരു 2 വേരിയബിൾ ഫംഗ്ഷൻ തരും, f(x, y). എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷന് മാക്സിമം വാല്യൂ എവിടെയാണ്, മിനിമം വാല്യൂ എവിടെയാണ് എന്നുള്ള. ഓക്കെ, അപ്പൊ നമ്മളൊരു ഞാൻ പറഞ്ഞ ഒരു 2 വേരിയബിൾ ഫംഗ്ഷന്റെ ഡൊമൈൻ എപ്പോഴും പ്ലെയിൻ ആയിരിക്കും. 2 വേരിയബിൾ ഫംഗ്ഷന്റെ ഡൊമൈൻ എപ്പോഴും ഒരു പ്ലെയിൻ ആയിരിക്കും.
ഒരു പ്ലെയിനില് ഇഷ്ടംപോലെ പോയിന്റ്സ് ഉണ്ടാവും. ഇതെല്ലാം പ്ലെയിനിലെ പോയിന്റ്സ് ആണ്. ഈ പോയിന്റില് ഏതെങ്കിലും ഒരു പോയിന്റില് മാക്സിമം സംഭവിക്കും, ഏതെങ്കിലും ഒരു പോയിന്റില് മിനിമം സംഭവിക്കും. അപ്പൊ ആ പോയിന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഒരു ഇന്റർവെല്ലില് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇന്റർവെല്ലില് എടുത്തു കഴിഞ്ഞാൽ ആ ഇന്റർവെല്ലില് ഫംഗ്ഷന്റെ മാക്സിമം എവിടെയാണ്, മിനിമം എവിടെയാണെന്നൊക്കെ നമ്മൾ +2 പഠിച്ചാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചാണ്. അതേ ഐഡിയാസ് തന്നെ നമ്മൾ എവിടെ അപ്ലൈ ചെയ്യാണ്, ഒരു 2 വേരിയബിൾ ഫംഗ്ഷന്റെ കേസിൽ അപ്ലൈ ചെയ്യാണ്. അതായത് ഏതൊക്കെ പോയിന്റുകളിലാണ് ഫംഗ്ഷന് മാക്സിമം വരിക, ഏതൊക്കെ പോയിന്റുകളിലാണ് മിനിമം വരിക, ഏതൊക്കെ പോയിന്റുകളിലാണ് നൈദർ മാക്സിമം നോർ മിനിമം, അങ്ങനെ കുറെ സാഡിൽ പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടൈപ്പ് പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, ക്രിട്ടിക്കൽ പോയിന്റ് ഒക്കെ പറഞ്ഞ പോലെ സാഡിൽ പോയിന്റ്. സോ അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റിലേറ്റീവ് മാക്സിമ ആൻഡ് മിനിമം. അപ്പൊ അതിന് നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ആ ഒരു ടൈപ്പിൽ നമ്മൾ ബാക്കി പ്രോബ്ലം ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ഇതാണ്, ലൊക്കേറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിലെ locate all relative maxima and minima. Maxima minima എന്നുള്ളതിനെ കോമൺ ആയിട്ട് എക്സ്ട്രീമ എന്നും പറയാറുണ്ട്. റിലേറ്റീവ് മാക്സിമ ആൻഡ് മിനിമ, അതിനെ വേണമെങ്കിൽ കോമൺ ആയിട്ട് എക്സ്ട്രീമ എന്ന് പറയും. മിനിമ ആൻഡ് സാഡിൽ പോയിന്റ്സ്. സാഡിൽ പോയിന്റ്സ് ഓഫ് f of xy equal to 3x square minus 2xy plus y square minus 8y. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു തിയറം ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഒരു തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാം. ആ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആദ്യം ഞാൻ പറഞ്ഞുതരാം. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ of two variables with a continuous second order partial derivatives in some disk centered at a critical point x naught y naught. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എഫ് എക്സ് 0 എഫ് വൈ 0, ഇത് രണ്ടും എഫ് എക്സും എഫ് ഐയും 0 ആവുന്ന പോയിന്റ്സിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയും. ഓക്കെ, ഒരു പോയിന്റിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയണമെങ്കിൽ അവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവും 0 ആയിരിക്കും, സെക്കൻഡ് ഡെറിവേറ്റീവും 0 ആയിരിക്കും. ആൻഡ് ലെറ്റ് capital D equal to ഈ ഒരു ടേം പഠിച്ചു വെക്കണം. എഫ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്, ഇവിടെ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, ഇൻറ്റു എഫ് വൈ വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. ഇതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു 2 വേരിയബിൾ ഫംഗ്ഷൻ തരും. ആ ഫംഗ്ഷന്റെ ക്രിട്ടിക്കൽ പോയിന്റ് ആദ്യം കാണണം. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് രണ്ടും 0 ആവുന്ന പോയിന്റ്സ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് രണ്ടും 0 ആവുന്ന പോയിന്റ്സിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി എന്ന് പറയുന്ന ഒരു ടേം ഡിഫൈൻ ചെയ്യുക. ഡി എന്ന് പറയുന്നത് എഫ് എക്സ് വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്, എഫ് എക്സ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു എഫ് വൈ വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. ഓക്കെ, ഇനി ഡി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് റിലേറ്റീവ് മിനിമം ആണോ മാക്സിമം ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പൊ ആദ്യം ഇഫ് ഡി ഗ്രേറ്റർ ദാൻ 0, ഡി പോസിറ്റീവ് ആവണം. ആൻഡ് എഫ് എക്സ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്, സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്, എഫ് എക്സ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആണ്. Then f has a relative
മിനിമം റിലേറ്റീവ് മിനിമം അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. അതായത് ഡി പോസിറ്റീവും എഫ് എക്സ് എക്സും പോസിറ്റീവ് ആണെങ്കിൽ എഫിന് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു റിലേറ്റീവ് മിനിമം ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും എഴുതാം. തിയറം കഴിഞ്ഞിട്ടില്ല, തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കുറച്ചും കൂടെ ഉണ്ട്. Okay. Second condition, if d greater than 0 and f xx of x naught y naught less than 0, ഇവിടെ പോസിറ്റീവ് ആണ്, അടുത്ത് നെഗറ്റീവ് ആണ്, then f has a relative maximum at x naught y naught. Okay. മൂന്നാമത്തെ, if d less than 0 ആണെങ്കിൽ then f has a saddle point at x naught y naught. Okay. If d 0 ആണെങ്കിൽ, if d equal to 0, then no conclusion can be drawn. നമുക്ക് കൺക്ലൂഷൻ ഒന്നും പറയാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ ആ ഒരു സാഹചര്യം വളരെ റെയർ ആണ്, ഡി 0 ആവുന്ന കേസ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ തരും. അതാദ്യം അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം. അതിനുശേഷം ക്രിട്ടിക്കൽ പോയിന്റിൽ ഡിയുടെ വാല്യൂ കാണണം. ഡിയുടെ ഇക്വേഷൻ ഇതാണ്, എഫ് എക്സ് എക്സ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു എഫ് വൈ വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് കാണണം, ഡിയുടെ വാല്യൂ. അതിനുശേഷം ഡി പോസിറ്റീവ് ആണ്, എഫ് എക്സ് എക്സും പോസിറ്റീവ് ആണെങ്കിൽ റിലേറ്റീവ് മിനിമം ഉണ്ടാവും. ഇനി ഡി പോസിറ്റീവ് ആണ്, എഫ് എക്സ് എക്സ് നെഗറ്റീവ് ആണെങ്കിൽ റിലേറ്റീവ് മാക്സിമം ഉണ്ടാവും. ഓക്കെ, ഇനി ഡി ലെസ് ദാൻ 0 ആണെങ്കിൽ, ഡി നെഗറ്റീവ് ആണെങ്കിൽ സാഡിൽ പോയിന്റ് ആയിരിക്കും, ഡി 0 ആണെങ്കിൽ കൺക്ലൂഷൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇതാണ് തിയറം. ഈ തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ തിയറം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു 2 വേരിയബിൾ ഫംഗ്ഷൻ തരും. ആ ഫംഗ്ഷൻ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്, എക്സ് നോട്ട് വൈ നോട്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റ്സ്. ആ ക്രിട്ടിക്കൽ പോയിന്റിൽ ഡിയുടെ വാല്യൂ കാണണം. ഓക്കെ, ആ ഡിയുടെ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ ഡി പോസിറ്റീവ് ആണ്, എഫ് എക്സ് എക്സും പോസിറ്റീവ് ആണ് ആ പോയിന്റിൽ എന്നുണ്ടെങ്കിൽ റിലേറ്റീവ് മിനിമം ആണ്. ഡി പോസിറ്റീവ് ആണ്, എഫ് എക്സ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഡി എഫിന് റിലേറ്റീവ് മാക്സിമം ആണ്. ഇനി ഡി ലെസ് ദാൻ 0 ആണ് എങ്കിൽ എഫ് സാഡിൽ പോയിന്റ് ആണ്. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എഫിന്റെ സാഡിൽ പോയിന്റ് ആണ്. ഡി 0 ആണെങ്കിൽ കൺക്ലൂഷൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. Question, f of xy equal to 3x square minus 2xy plus y square minus 8y. 3x square minus 2xy plus y square minus 8y. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം, എഫ് എക്സ് കാണണം. അപ്പൊ 6x minus 2y എന്ന് കിട്ടും, 6x minus 2y. അടുത്ത എഫ് വൈ കാണണം, എഫ് വൈ മൈനസ് 2x പ്ലസ് 2y മൈനസ് 8y. ഓക്കെ, ഇത് രണ്ടും 0 ആവുന്ന പോയിന്റ്സ് കാണണം. 6x മൈനസ് 2y ഈക്വൽ ടു 0. ഇത് ക്രിട്ടിക്കൽ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് ഇക്വേറ്റ് ചെയ്യുന്നത്. മൈനസ് 2x പ്ലസ് 2y മൈനസ് 8 ഈക്വൽ ടു 0. ഓക്കെ, ഇനി ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്താ എഴുതാം? 2y ഈക്വൽ ടു 6x ആണ്. 2y ഈക്വൽ ടു 6x അത് സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കുക. അപ്പൊ മൈനസ് 2x പ്ലസ് 6x മൈനസ് 8 ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് 4x മൈനസ് 8 ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് 4x ഈക്വൽ ടു 8 ഇംപ്ലൈസ് x is equal to 2. അപ്പൊ x 2 കിട്ടി. x 2 എന്നുള്ളത് ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക. ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 12 മൈനസ് 2y ഈക്വൽ ടു 0. 12 ഈക്വൽ ടു 2y. ദാറ്റ് ഇംപ്ലൈസ്
2y equal to 12, that implies y equal to 6. അപ്പോൾ x2 y6 ഇതാണ് ക്രിട്ടിക്കൽ പോയിന്റ്. x2 y6 2,6 is a critical point. ഓക്കെ, ഇതിന്റെ കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ നെക്സ്റ്റ് വീക്ക് കോണ്ടാക്ട് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാണ്. 2,6 എന്ന് പറയുന്നതാണ് ഒരു ക്രിട്ടിക്കൽ പോയിന്റ്. ഓക്കെ, ഇനി അതിൽ fxx ഓഫ് 2,6 കാണും. ഓക്കെ, അപ്പൊ fxx കാണണം. fxx എന്താ വരിക? fxx ഈക്വൽ ടു 6 വരും. ഓക്കെ, ഇവിടെ എക്സും വൈയും ഇല്ലാത്തതുകൊണ്ട് fx ഓഫ് 2,6 എന്ത് തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഡി കാണണം. ഡി കാണണമെങ്കിൽ നമുക്ക് fyy അല്ലെ, ഡിയുടെ ഇക്വേഷൻ എന്താ? fxx ഓഫ് x0 y0 ഇൻറ്റു fyy ഓഫ് x0 y0 മൈനസ് fxy സ്ക്വയർ ഓഫ് x0 y0. ഓക്കെ, അപ്പൊ fxx ഓഫ് x0 y0 എന്താ വരിക? 6 ആണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. fyy എന്താ വരിക? fyy പ്ലസ് 2y മൈനസ് 8 അല്ലെ, 2 മൈനസ് 8 2 minus 8 minus 4. 2 minus 8 minus 4. So 6 into minus 4 minus. What is fxy? fxy via minus 2. fy with respect to fxy fx with respect to y ചെയ്യാം. Okay, fx with respect to y ചെയ്യാം. fx with respect to y ചെയ്യുമ്പോൾ minus 2. So minus 2 square. Okay. അവിടെ തെറ്റിയിട്ടുണ്ടോ? നമുക്ക് fyയുടെ വാല്യൂ ഒന്നും കൂടെ നോക്കി. fyയുടെ വാല്യൂ തെറ്റുണ്ടോ? fyy എന്ന് പറയുമ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യല്ലേ. അപ്പൊ 2y. ഓക്കെ, ഇവിടെ മൈനസ് 8 ആണ്. ഓക്കെ ഫൈൻ, അവിടെയാണ് തെറ്റിയത്. fy ഇവിടെ മൈനസ് 8 ആണ്. 8y വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ ഇവിടെ 8 ആണ് വരിക. ഓക്കെ, അപ്പൊ fyy വരിക പ്ലസ് 2 ആണ്. fyy പ്ലസ് 2. ഓക്കെ, ഇവിടെ പ്ലസ് 2. ഓക്കെ, അപ്പൊ 12 മൈനസ് 4 ഈക്വൽ ടു ഡി. അപ്പൊ ഡി പോസിറ്റീവ് ആണ്. ഡി പോസിറ്റീവ് ആണ്. fxx ഓഫ് 2,6 എന്താണ്? പോസിറ്റീവ് ആണ് അല്ലെ. fxx ഓഫ് 2,6 പോസിറ്റീവ് ആണ്. അപ്പൊ രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ റിലേറ്റീവ് മിനിമം ആണ്. സോ എഫ് ഓഫ് നമ്മുടെ നേരത്തെ പറഞ്ഞ തിയറം പ്രകാരം എഫ് ഓഫ് എക്സ് വൈ ഹാസ് എ റിലേറ്റീവ് മിനിമം അറ്റ് 2,6. റിലേറ്റീവ് മിനിമം അറ്റ് 2,6. സോ ഇതിന്റെ മാക്സിമം പോയിന്റ്സ് ഒന്നും തന്നെ ഇല്ല, റിലേറ്റീവ് മിനിമം പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. അത് ഏത് പോയിന്റിലാണ്? 2,6 എന്ന് പറഞ്ഞ പോയിന്റിലാണ് റിലേറ്റീവ് മിനിമം. അപ്പൊ ഈ ഒരു ടൈപ്പാണ് ബാക്കി ചോദ്യങ്ങളെല്ലാം. പറ്റാവുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. എന്തായാലും ഇതിന്റെ 2-3 ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നെക്സ്റ്റ് കോണ്ടാക്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. ഓക്കെ, അപ്പൊ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആയോ? ഇപ്പൊ പറഞ്ഞ മെത്തേഡ് എല്ലാവർക്കും ക്ലിയർ ആയോ? മെത്തേഡ് എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് fxx കാണണം, fxy കാണണം, അതുപോലെ fyy കാണണം. ഓക്കെ, അത് കണ്ട ശേഷം ഈ പറഞ്ഞ വാല്യൂസ് കണ്ടുപിടിക്കുക. ഡി കണ്ടുപിടിക്കുക. ഡി പോസിറ്റീവ് ആണ്. എക്സ് ഓഫ് x0 y0 പോസിറ്റീവ് ആണെങ്കിൽ റിലേറ്റീവ് മിനിമം ആയിരിക്കും. ഇനി ഡി പോസിറ്റീവ് ആണ്, fxx ഓഫ് x0 y0 നെഗറ്റീവ് ആണെങ്കിൽ റിലേറ്റീവ് മാക്സിമം ആയിരിക്കും. ഇനി ഡി ലെസ് ദാൻ 0 ആണെങ്കിൽ ആ പോയിന്റ് ഒരു സാഡിൽ പോയിന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷയ്ക്ക്. അപ്പൊ അതും കൂടെ ഡിസ്കസ് ചെയ്യാം. അത് നമുക്ക് അടുത്ത കോണ്ടാക്ട് ക്ലാസ്സിൽ, ഇനി ഒരു കോണ്ടാക്ട് ക്ലാസ്സും കൂടെ കിട്ടിയ ഒറ്റ കോണ്ടാക്ട് ക്ലാസ്സിൽ നമ്മുടെ മോഡ്യൂൾ 2 കഴിയും. ഓക്കെ, അപ്പോ അതിനുശേഷം നമുക്ക് ഒരു 3 ക്ലാസ്സും കൂടെ ഉണ്ടാവും. 2-3 ക്ലാസ് ഉണ്ട്. അതിൽ മോഡ്യൂൾ 3 നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മോഡ്യൂൾ 3 നമ്മൾ എത്ര പോർഷൻ ആണോ എടുക്കുന്നത് അതുവരെ ആയിരിക്കും CAT 2 പഠിക്കേണ്ടി വരിക. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രോബ്ലംസ്
ഞാൻ ആൻസർ കീ എഴുതുന്നുണ്ട് കേട്ടോ. ഞാൻ അത് തീർന്നിട്ടില്ല. അന്ന് എനിക്ക് ബാക്കി എഴുതാൻ പറ്റിയിട്ടില്ല. ഒരു 6-7 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഞാൻ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഇയേഴ്സും കൂടെ ഉള്ളത് കൊണ്ട് രാവിലെ തൊട്ട് ഉച്ച വരെയും ക്ലാസ് ആണ്. അത് കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്. 4 hours കണ്ടിന്യൂസ് ക്ലാസ് കഴിയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് വൈകുന്നേരം പിന്നെ അടുത്ത ദിവസത്തേക്കുള്ളത് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ ആകെ ഒരു ടൈറ്റ് ഷെഡ്യൂളാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് എടുക്കേണ്ടി വരുന്നത്. ഓക്കെ, ഞാൻ എന്താ വെച്ചാൽ റെക്കോർഡഡ് വീഡിയോ ഇടാത്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യാം. അപ്പോ ലൈവ് ക്ലാസ് ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊ ക്ലിയർ ചെയ്ത് പോകാലോ എന്നുള്ളതുകൊണ്ടാണ് ലൈവ് ക്ലാസ് വെക്കുന്നത്. ഇത് മിസ്സാവുന്നവർക്ക് വേണ്ടി ഞാൻ ഇതിന്റെ റെക്കോർഡഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ അത് കാണാം. റെക്കോർഡഡ് വീഡിയോ കാണുമ്പോൾ ഇത് ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് മിസ് ആയാലും റെക്കോർഡഡ് വീഡിയോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? സനു അൻഫാൻ ഹലോ സോറി സർ. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ആ അതെ. ഓക്കെ, ഷക്കീൽ, മുഹമ്മദ് ഷക്കീൽ. ആ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ജീവൻ പ്രമോദ്. ജീവൻ പ്രമോദ് എവിടെ? സിനാന്റെ ഫോട്ടോ വെച്ചിട്ടാണല്ലോ ഇരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, പെൺകുട്ടികളാരും ഇല്ല ഇവിടെ? ഉണ്ട്. ആർദ്ര മനസ്സിലാവുണ്ടോ എടുക്കുന്നത്? ഹസ്ന, ഫാത്തിമ ഹസ്ന. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? മുഹമ്മദ് നഫാഫ്. യെസ് സർ. ഓക്കെ, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഉണ്ട്. റഷ ഫാത്തിമ. ബുദ്ധിമുട്ടില്ലല്ലോ? പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? പറ്റുന്നുണ്ട്. ഷഹന ഷെറിൻ. വെറുതെ ഓൺ ചെയ്തിട്ട് പോയതാണോ? ഓക്കെ, എനിവേ ക്ലാസ് ക്ലിയർ ആണ് സർ. ഓക്കെ, ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എന്തായാലും ഈ ടൈപ്പ് പ്രോബ്ലംസ് ഞാൻ ഈ റിലേറ്റീവ് മാക്സിമ മിനിമ പ്രോബ്ലംസ് ഓക്കെ ക്ലിയർ ആണ്. റിലേറ്റീവ് മാക്സിമ മിനിമ പ്രോബ്ലംസ് എല്ലാം ക്ലിയർ ആണ് സർ. അല്ല, ക്ലിയർ ആണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ഞാൻ കേട്ടു. ക്ലിയർ ആണെന്ന് മനസ്സിലായി, ഞാൻ കേട്ടു. ഓക്കെ, റിലേറ്റീവ് മാക്സിമ മിനിമ പ്രോബ്ലംസ് നമുക്ക് വളരെ ഇതായിട്ട് ക്ലാസ്സിൽ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. എല്ലാവരും എക്സിറ്റ് അടിച്ച് പോവാം. ഓക്കെ, സാറേ കോണ്ടന്റ് ക്ലാസ്സസ് 20 തീയതി ഉള്ളൂ. അല്ലല്ല, അത് കഴിഞ്ഞിട്ടുണ്ടാവും. 20 വരെയുള്ള ഷെഡ്യൂളാണ് ഇപ്പൊ ഇട്ടിട്ടുള്ളൂ എന്ന് മാത്രം. ഓക്കെ, സിയാറ്റ് 2 എന്നാ? സിയാറ്റ് 2 ആ വീക്കിലായിരിക്കും. 22, 23 ആ വീക്കില് ടൈം ടേബിൾ തരും. അപ്പൊ മിക്കവാറും 23-ലായി. 23, 25, 27 ആ ഒരു ഡേറ്റ് ആവാനാണ് ചാൻസ്. കൺഫേം ആയിട്ടില്ല. അപ്പൊ നിങ്ങളത് പ്രിപ്പയർ ചെയ്തു. എല്ലാവരും എക്സിറ്റ് അടിച്ച് പോവാ. സാറെ ഹോസ്റ്റലിലേക്ക് എങ്ങനെയാ ക്ലാസ് ഇനി എന്താ പറയാ 15 തുടങ്ങുകയാണെങ്കിൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മറ്റേ മാർച്ച് ഫുള്ളൊക്കെ ഉണ്ടാവുമോ? ഉണ്ടാവും. ഈ 15-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് ഇനി എക്സാം വരെ ഉണ്ടാവും എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. ഇനി അതിലെന്തെങ്കിലും മാറ്റം കേൾക്കുന്നില്ല. സെം എക്സാം വരികയാണ്. സെം എക്സാം വരെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ക്ലാസ് ആയിരിക്കും. Can we stop?
അപ്പൊ എല്ലാരും ഒന്ന് എക്സിറ്റ് അടിച്ച് പോയാൽ നന്നായിരുന്നു.